അസ്സലാമു അലൈക്കും. ഞാനങ്ങനെ ഹജ്ജ് വിസക്ക് പോയി ഹജ്ജ് വിസക്ക് പോയി അങ്ങനെ മുഹമ്മദിയ കപ്പലിലാണ് പോയത്. അങ്ങനെ മുഹമ്മദിയ കപ്പലിൽ ഫുള്ളാളുണ്ടായത് മലയാളക്കാരായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ പോയി അവിടെ പെട്ട് സീപോർട്ടിൽ ഇറങ്ങി. ഞങ്ങളൊക്കെ സീപോർട്ടിൽ അവിടെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് മക്കത്തേക്ക് ബസ്സിൽ കൊണ്ടുപോയി. ഒരു മുത്തോഫിൻ്റെ ബസ്സിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഓരോ റൂമിൽ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന് അങ്ങനെ നിർത്തിയിട്ട് പിന്നെ മക്കത്തിൽ ഹറമിൽ കൊണ്ടുപോയി. ഹറമിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഹറമിലെത്തി തവാഫും സഹിയൊക്കെ കഴിഞ്ഞ് അന്ന് 77 അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ റൂം തരംതിരിച്ച് ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരെ ആക്കി. അപ്പോൾ കപ്പൽ കയറിയത് ബോംബെയിൽ നിന്ന്, മുഹമ്മദിയ കപ്പൽ ബോംബെയിലാണ് കയറിയത്. കപ്പലിലാണ് കണ്ടുപോയത്. മുഹമ്മദിയ കപ്പൽ കയറി സെയ്തലവി. അങ്ങനെ മുഹമ്മദിയ കപ്പൽ 7ാമത്തെ ദിവസം അവിടെ അങ്കൂരട്ട് ജിദ്ദ സീപോർട്ടിൽ. പിന്നെ അവിടുന്ന് ബസ്സിലുണ്ടായി. അങ്ങനെ മക്കത്ത് വന്ന് നിർത്തി. ഞങ്ങളെ തവാഫ് സയ്യൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾക്ക് റൂം വേണമല്ലോ. അതിന് ഞങ്ങളെ റൂമിക്ക് ഓരോ സെറ്റിങ് 3-4 ആളെ ആ കൂടുതലുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് റൂമിക്കാക്കി. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി താമസവും കാര്യമൊക്കെ ആക്കിയിട്ട് പിന്നെ ആ സമയത്തിന് ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ട് പിന്നെ അറബിക്ക് പോകും. അവിടെ അടുത്താ റൂം. ഞങ്ങൾ അറബിൽ ചെന്നിട്ട് അവിടുന്ന് നിസ്കാരവും കാര്യമൊക്കെ നടത്തും. ഇമാമും ജമാഅത്തായിട്ട് അവിടുന്ന് നിസ്കരിച്ച് അങ്ങനെ തിരിച്ചു വരും. തവാഫ് ചെയ്യും. അസർ സമയത്ത് ഞങ്ങൾ പോയാൽ തവാഫ് 1-2 തവാഫ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സഹീന് പോകും. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മളിവിടുന്ന് പിന്നെ പ്ലെയിനില്ല. ആ കാലഘട്ടത്തിൽ ബോംബെയിൽ നിന്നാണ് പോവുക. ബോംബെ സീപോർട്ടും എയർപോർട്ടും ബോംബെ ഉള്ള അവിടുന്ന് അങ്ങോട്ട് പോകും ബസ്സിൽ. എന്നിട്ട് അവിടുന്ന് പോവുക. അങ്ങനെ പോയാൽ ഞങ്ങൾ കൂടുതലിൻ്റെ പ്രായക്കാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു. തോട്ടശ്ശേര ആ ഭാഗത്തുള്ള ഒരു ചെറുപ്രായക്കാരൻ അസൈനാർ എന്ന് പറഞ്ഞ ഓപ്പ നാട്ടിലുണ്ട്. ഓനുണ്ടായിരുന്നു. ഓനൊന്നും ഒരു അറിയില്ല. എന്നെ ഏൽപ്പിച്ച മൂപ്പര് ഒഴിവായി പോയതിന്ന്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചതിന്ന്. അപ്പോൾ കപ്പലിൽ നല്ല ആൾക്ക് ഞാൻ കൊണ്ട് നടക്കും. കപ്പലിൽ അവന് സുഖമില്ലാതായിട്ട് കപ്പലിൽ തന്നെ കഞ്ഞിയൊക്കെ വെച്ച് വാങ്ങിക്കൊടുത്ത് ഞാൻ കുടിപ്പിച്ച് 4 ദിവസം പരിച്ചു അവന് അസൈനാർ. പിന്നെ ആ നിർത്താനായിട്ട് പോയി. അവിടെ നിന്നതിന് ശേഷം പിന്നെ നാട്ടിൽ വന്ന് വിസ എടുത്ത് പിന്നെ വന്ന് ഒരു 6-7 കൊല്ലം അവിടെ നിന്ന് ഇപ്പോൾ ക്യാൻസലാക്കി വന്ന് ഇപ്പോൾ നാട്ടിലുണ്ട്. ഞങ്ങൾ ബസ്സിൽ വർഷം 77 1977. അന്ന് വയസ്സൊരു 36 വയസ്സൊക്കെ ആയിട്ടുണ്ടോ. 36 വയസ്സ് 37 വയസ്സായിട്ടുണ്ടോ. നല്ല ജവാനാ, നല്ല ഭാര്യക്കാരൻ്റെ ഞാൻ. എന്നിട്ട് ഈ അസൈനാർ പറഞ്ഞ മോനെ നടക്കാൻ വയ്യായിട്ട് എടുത്തൊക്കെ കൊടുത്തിട്ട് ഞാൻ എടുത്തു കൊടുത്തിട്ട് അപ്പുറത്ത് എടുത്ത് വെക്കും ഞാൻ. അങ്ങനെ എൻ്റെ വലിപ്പമുള്ളൂ. ഓൻ്റെ ഒപ്പം പറഞ്ഞ വിഷയമല്ലേ. ഓൻ്റെ അസൈനാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാപ്പല്ല, എൻ്റെ എളാപ്പ മോനെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഓൺ ചെയ്യുന്നത് പറയും. പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ ലോകിയക്കാരും വലിയ ആളായി ഇരിക്കാനും വലിയ വയസ്സിലും കാര്യം മറിച്ച് പ്രായം ചെന്ന് വലിയ കുട്ടിയൊക്കെ ആയില്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ കാലം 2-3 എല്ലാം പോകാനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുത്തെ വലിയൊരു റൂമിൻ്റെ ഒരു ഉടമസ്ഥനായി. പിന്നെ എല്ലാ വിഷയത്തിലും വർത്തമാനത്തിലും മറ്റുമൊക്കെ നല്ല രഹമുള്ള ആളായി. ഓനങ്ങനെ കപ്പലിൽ 7 ദിവസം കപ്പലിൽ യാത്ര. 7ാമത്തെ ദിവസം വൈകുന്നേരം അവിടെ ഇറങ്ങും. വൈകുന്നേരം രാവിലെ 7 ദിവസം കപ്പലിൽ യാത്ര ഉണ്ടാവും. പിന്നെ സീപോർട്ടിൽ പിന്നെ ഇവിടെ ജിദ്ദ എയർപോർട്ട് സീപോർട്ടിൽ ഇറങ്ങും. ഇവിടെ നമ്മളെ ഈ സീപോർട്ടിൽ നിന്ന് ഇവിടുന്ന് കയറും മുംബൈയിൽ നിന്ന് കയറിയിട്ട് അവിടെ സീപോർട്ടിൽ അവിടെ ഇറങ്ങും 7ാമത്തെ ദിവസം. പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കൊക്കെ അങ്ങോട്ടും സൈഡിലേക്കൊക്കെ ഞങ്ങളെ ആക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് അവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ കിട്ടി.
പിന്നെ കുറേ ഇരുന്ന് റാഹത്തിൽ ഞങ്ങളവിടെ കിടന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ റൂം തിരഞ്ഞ് പോയി. അത് നമ്മളെ കൊണ്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ തിരഞ്ഞ് പോയിട്ട് ഓരോ റൂമിലേക്ക് 3 ആൾ 4 ആൾ ഒക്കെ അങ്ങോട്ടും അതേ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി ആക്കി. അങ്ങനെ ഞങ്ങളവിടെ കഴിഞ്ഞ് പിന്നെ പിന്നെ വലതിക്ക് ആളെടുക്കുന്നുണ്ട് മക്കത്ത്. അപ്പോൾ ഞങ്ങളവിടെ ഉഷാറായ റാഹത്തിൽ ഇങ്ങനെ കുത്തിറന്നപ്പോൾ വലതിക്ക് ആളെടുക്കുന്നുണ്ട്. അത് മലയാളക്കാരില്ല, കുറവാണ്. ഹിന്ദുസ്ഥാനിക്കാരും മലയാളക്കാരും നമ്മളെ ഭാഷ അല്ലാത്ത ആളുകളൊന്നുമില്ല, അവിടേക്ക് ആൾ എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളെ പാസ്പോർട്ട് പാസ്പോർട്ട് ഇന്നുള്ള അസൽ പാസ്പോർട്ടല്ല, 75 പ്രത്യേക ഒരു പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ട് ചുവന്നൊരു ചട്ടം വരെ ഒരു പാസ്പോർട്ട് 4-5 പേജും ഉണ്ടാവും, 5 പേജും ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പാസ്പോർട്ടും കൊണ്ട് ഞങ്ങൾ പോയിട്ട് മുത്തേബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഹൽദി ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കാൻ പറഞ്ഞ് ലീനായിട്ട് നിർത്തി. ഞങ്ങളെ ഓരോ ആൾക്കാരും വിളിച്ചിട്ട് ഓരോ സെക്ഷനാക്കി മാറ്റിക്കൊണ്ട് ഓരോ ഓഫീസൊക്കെ ആക്കി, വൈദ്യക്ക് പണിക്ക് ആ കൂട്ടത്തിൽപ്പെട്ട ആളായാൽ. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സൈഡിൽ സെക്ഷനിലാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി നമ്മളെ റൂമിൽ തന്നെ പോവാം. അന്ന് ചെറിയ ബസ്സുണ്ട്, മിനി ബസ് ഓടുന്നുണ്ട്. നമ്മളെ റൂമിൻ്റെ അവിടുന്ന് ഹർബിൻ്റെ അവിടുന്ന് മിനി ബസ്സുണ്ട്. ഈ ഉത്തേബിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ മിനി ബസ്സുണ്ട്. അപ്പോൾ ആ മിനി ബസ്സിലാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ. മിനി ബസ് നിൽക്കുകയാണ്, ഉദയബിയ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ കയറിയാൽ മതി. ലാസ്റ്റ് കൊണ്ടുപോയി അവിടെ ഇറക്കും, നമ്മളെ സീപോർട്ടിൻ്റെ അടുത്ത്. അങ്ങനെ സീപോർട്ടിൽ പോയി അങ്ങനെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് പിറ്റേന്ന് എല്ലാം പറഞ്ഞ് പിറ്റേന്ന് ചെന്ന് ഞങ്ങളെ പേരും പറ്റും വർഷമൊക്കെ എഴുതിയെടുത്ത് ഞങ്ങൾ പണിക്കാരായി. അങ്ങനെ ഞങ്ങൾ പണിക്കാരായി ഒക്കെ റെഡിയായി. ഒന്നിൻ്റെ ശേഷം മറ്റേ വലതിൻ്റെ ഒരു ഷർട്ടുണ്ട്, ഒരു ചുവന്ന ഇവിടെ എഴുത്തുള്ളൊരു ഷർട്ടുണ്ട്, അതിന് തൊപ്പിയുണ്ട്, അത് ധരിക്കുക പണീൻ്റെ നേരത്ത്. അത് ജോലി എടുക്കാൻ പോകുന്നതായിട്ടേ പോകാൻ പാടുള്ളൂ, നമ്മൾ സാധാരണ ഡ്രസ്സിൽ പോകാൻ പാടില്ല. അതൊരു മഞ്ഞ നിറത്തിൽ ഒരു ഷർട്ട്. അപ്പോൾ ആ ഷർട്ട് ഇട്ടിട്ട് നമ്മൾ പോവുക, നമ്മൾ ജോലി ചെയ്യുക. ഞങ്ങൾക്ക് മുറാക്കിമാരുണ്ടാവും, മുറാക്കിമാർ. അത് ഒരു 20 ഞങ്ങളെ സെക്ഷനിൽ 2 മുറാക്കിമാരുണ്ട്, 40 ആൾക്ക്. 20 ആൾക്ക് ഒരു മുറാക്കിമാർ കണ്ട് 40 ആൾക്ക് മുറാക്കിമാരുണ്ട്. അപ്പോൾ ആ മുറാക്കിമാർ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, എവിടെയും കയറി ഇരിക്കുന്നില്ല, പണിയെടുക്കുന്നില്ല എന്നൊക്കെ നോക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ജോലി ചെയ്യും. അപ്പോൾ ജോലിൻ്റെ നേരം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമയമായാലും ഉച്ചക്ക് ഒന്ന് വിടും. ദുരനുഭവത്തെ കപ്പലിൽ ഇങ്ങനെ പോകുമ്പോൾ മറ്റേ തിമിംഗലം എന്ന് പറഞ്ഞ മീനില്ലേ, മീനിനെ കാണാം. ആ മീനിങ്ങനെ മറിയും. അത് പോത്തുകൾ എടുക്കുന്ന കാര്യം അവിടെ അത്ര ദൂരത്ത് അവിടെ എടുക്കുന്നുണ്ടാവും. അത് നമ്മളങ്ങനെ കപ്പലാണ്ട് അണിനോത്തോളം പിന്നെ മുങ്ങി കീപ്പിട്ട് പോയി. പിന്നെ ആ സാധനത്തിനെ കാണൂല. പിന്നെ കപ്പലാണ് മറിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ ബാക്കിൽ പൊന്തിയിട്ട് ഇങ്ങനെ പൊന്തിക്കാണ്ട് മറിയും. പിന്നെ ഞങ്ങൾ പോയ കപ്പലിൽ ഒരാൾ മരിച്ചുപോയി, സുഖമില്ലാതെ ഒരാൾ മരിച്ചു. പേര് എനിക്ക് പറയാൻ പറ്റില്ല. ഏതോ നമ്മളവിടെ അടുത്തുള്ള മലയാളികൾ, പേര് പറയാൻ പറ്റില്ല. മൂപ്പര് പ്രായമുള്ള ഒരാൾ, കുറച്ച് പ്രായം. അതിൻ്റെ ഒപ്പം മോനും ഉണ്ട്, പാപ്പി മോനും കൂടി ഇവർക്ക് ഇവിടുന്ന് പോന്നതാണ്. ഹജ്ജ് വിസക്ക് കയറിയതാണ് കപ്പലിൽ. അപ്പോൾ പെട്ടെന്ന് മൂപ്പർക്ക് സുഖമില്ലായി. 3ാമത്തെ ദിവസം മൂപ്പര് മരിച്ചു. അന്ന് കപ്പൽ 5ാമത്തെ ദിവസം അവിടെ അടയിലുള്ളൂ. അപ്പോൾ കയറിയപ്പോൾ തന്നെ മൂപ്പർക്ക് പനിയാണ്. അപ്പോൾ അങ്ങനെ മൂപ്പര് മരിച്ച് ആ വിവരം അറിഞ്ഞ് ഞങ്ങളൊക്കെ പോയി. നമ്മൾ പോയി ദുആർന്ന് അതൊന്നും കഴിച്ച് കപ്പലിൽ തന്നെ ഒരറിവ് പോയി ദുആയൊക്കെ കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഞങ്ങൾ വിട്ടൊന്ന് അടുത്ത് പോയി നോക്കി. അപ്പോൾ അടുത്ത ആളെയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നിന്ന് കഴിച്ച് വർത്താനം പറഞ്ഞ് എല്ലാവരും ലോയ്യക്കാരായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം വർത്താനം പറഞ്ഞ് സൂക്കടും കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മൂപ്പരെ മറയില്ലേ, ആ മറയിച്ചിൽ നേരായപ്പോൾ തമ്മിൽ പറഞ്ഞ് മറയിച്ചിട്ട് കടലിലേക്കാണ്, വേറെ സ്ഥലമില്ലല്ലോ. അപ്പോൾ കടലിൽ എല്ലാ സാധനവും റെഡിയാക്കിയിട്ട് മയ്യത്തിൻ്റെ ബാക്കിൽ ഒരു കല്ല് കെട്ടിയിട്ട് ആ കല്ലിന് ഒരു ചെറിയൊരു കയറയിലൊരു സപ്പോർട്ട് വലിച്ച നേരത്തെ താഴത്തേക്ക് പോകണ്ടേ, കല്ലുള്ള താത്തി കൊണ്ടുകൊണ്ട് മയ്യത്തിലെ
അപ്പോൾ അതിൻ്റെ ഒരു കുളത്ത് ചെറിയ ഇതിട്ടിയത് ഒരു തുളട്ട് കേട്ട് ഇങ്ങനെ ഫുഡ്സ് കിട്ടാക്കി അങ്ങോട്ട് പൊന്തിയിട്ട് നമ്മളെ സാധാരണ കേട്ട് പോരും വേണം. പിന്നെ മയ്യത്ത് കീപ്പിട്ട് പോകും വേണം. കല്ലുമല മയ്യത്തൊക്കെ ഉണ്ട്. അങ്ങനെ ആ മയ്യത്ത് വലിച്ച് പൊന്തിച്ച് ചെല്ലാളൊക്കെ ചെല്ലിയിട്ട് മയ്യത്ത് കടലിലേക്ക് കീപ്പിട്ടിറക്കി. അങ്ങനെ ആ മയ്യത്ത് എത്രയോ നേരം കഴിഞ്ഞ ശേഷം കടലിൻ്റെ അടിയിലെത്തി നുര പൊന്തി. ആ നുരയൊക്കെ കണ്ടിയ ശേഷമാണ് ഞങ്ങൾ പിന്നെ ഇങ്ങപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഇരുന്ന് ഞങ്ങൾ. അപ്പോൾ അത് അങ്ങനെ ഒരു മയ്യത്തിൻ്റെ ഇത് ഈ മുഹമ്മദിയ കപ്പലിൽ അത് അവിടെ പറയുന്നു. അത് കണ്ടു. പിന്നെ നമ്മളിങ്ങനെ പോകും. കപ്പലിൽ പോകുമ്പോൾ നമ്മളതിൻ്റെ കപ്പലിൻ്റെ ഒരു തടസ്സമുണ്ട്. കപ്പലിക്ക് ഊഴല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിന്ന് നോക്കുമ്പോൾ എല്ലാം കടലല്ലേ കാണുന്നുണ്ട്, കരല്ലല്ല. അപ്പം ഇങ്ങനെ തിമിംഗലം എന്ന് പറഞ്ഞാൽ മീൻ അവിടെ കുറേ പൊന്തും. അത് കാണാൻ ഇങ്ങനെ മറിഞ്ഞിട്ട് കപ്പലടി ചെല്ലുമ്പോൾ അത് കീപ്പെട്ടാണ്ട് പോത്തുകൾ വെള്ളത്തിൽ തലകുത്തലായിട്ട് കുത്തി മറിഞ്ഞ് പോപ്പാട് പോയിട്ട് പിന്നെ അവിടുന്ന് പോയാൽ പിന്നെ അവിടെ പൊന്തും. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ 7 ദിവസം അങ്ങനെ തള്ളി നീക്കി കഴിഞ്ഞു. കടലിൽ നിന്ന് ഭക്ഷണം കിട്ടും. അപ്പോൾ ഈ ഭക്ഷണം വരുന്ന നേരത്ത് ഹിന്ദുസ്ഥാനി ബംഗാളിയാണ്. അപ്പോൾ ഇന്ത്യയിൽ പരിപ്പ് എന്ന് പറയും. ചോറും പരിപ്പുമാണ് കാര്യമായിട്ടുള്ള ഭക്ഷണം. അതിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാനും ഉണ്ടാവും. ചോറും പരിപ്പ് നമ്മളെ പരിപ്പില്ല ഇവിടുത്തെ മഞ്ഞപ്പരിപ്പ്. ആ പരിപ്പും അത് നല്ല കട്ടിയിലേക്കാണ്, വെള്ളമൊന്നും ഉണ്ടാവില്ല. അതാ ജാസ്തി ഭക്ഷണം ഉണ്ടാവില്ല. പിന്നെ ആഴ്ചയിൽ 2 ദിവസം മീനുണ്ടാവും. പൊരിച്ച മീൻ, വലിയ തുണ്ട മീനുകൾ. അത് പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ പാത്രത്തിൽ വെച്ച് കൊടുക്കും. പാത്രം നമ്മൾ കയ്യിൽ വെച്ച് കൊണ്ടുപോകണം. പാത്രം നമ്മളായിട്ട് നീട്ടി വെച്ച് കൊടുക്കുമ്പോൾ അതിൽ തരാണ് ചോറും പിന്നെ ഈ പൊരിച്ച മീനും അതിൻ്റെ മേലെ പരിപ്പും തരാണ്. അതാണ് ഭക്ഷണം, അതാണ് തീറ്റി. അങ്ങനെ പള്ളറച്ചി അവർക്ക് ആവശ്യമുള്ളത് പള്ളറച്ചി വയ്ക്കുക. പള്ളം നിറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം. അപ്പോൾ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ലേ ഭക്ഷണം കൊണ്ട് നടക്കൽ കാല അങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഈ കാല എന്ന് പറഞ്ഞാൽ ചോറ് എന്നാണ് പറയുക. അപ്പോൾ അത് ആവശ്യമുള്ള ഇട്ടോളി എന്ന് പറയാം. ഡാലോ കാല ഓഹേ എന്നൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ കേട്ട് മനസ്സിലാക്കി അതേമാതിരി നമ്മൾ പ്രവർത്തിക്കുക. അവർ ചായയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊടുക്കും. നീ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അത് നമ്മളെ പാത്രം അവിടുന്ന് ഇടിച്ച് പോവുക. അവിടുത്തെ മാതിരി പെരീത് നമ്മൾ പാത്രം നമ്മളെ സൈഡിൽ ഈ വെള്ളം ഓടുന്ന സ്ഥലമില്ല, എന്നമാതിരി ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പാത്രമൊക്കെ മോറി വൃത്തിയാക്കി നമ്മൾ കിടക്കുന്ന സീറ്റിൽ നമ്മൾ കൊണ്ടുപോയി അതിൻ്റെ കട്ടിൻ്റെ ചോടില്ലേ ആ ചോട്ടിക്ക് വെക്കുക. പിന്നെ കടലിൽ AC ഉണ്ടാവില്ല, ഇവിടെ പിന്നെ കപ്പലിൽ AC ഉണ്ടാവില്ല. AC എന്താ വെച്ചാൽ ഓരോ തുളട്ടില്ല ഈ വലുപ്പത്തിൽ. ഒരു AC വായിലുള്ള ഒരു തുള. കടലിലെ കാറ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി വന്ന് കപ്പൽ പോകുമ്പോൾ ഇങ്ങോട്ട് വന്നൊരു ചാടുകയാണ്. അപ്പോൾ ആ കാറ്റ് തന്നെ മതി. നല്ല തണുപ്പുള്ള കാറ്റ്, നല്ല സുഖമുള്ള യാത്രയാണ് 7 ദിവസവും കപ്പലിൽ. അങ്ങനെ കപ്പലിൻ്റെ മേലേക്ക് ഒരു തട്ടുണ്ട്. ആ തട്ടിൽ ഇരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇതിനൊക്കെ സീറ്റ് ഫുള്ളായിട്ട് ഇരിക്കാം. അവിടുത്തെ ആൾക്കാർക്ക് അവിടെ ഇരിക്കാം, ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാം. ഈ ആൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളെ കേട്ട് വന്ന് നമ്മളെ സീറ്റിൽ ഇവിടെ ഇരുന്നാൽ ഈ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അത് നമ്മളെ സൗകര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. അതിനൊന്നും തരാറില്ല. പായക്കപ്പലല്ല, വലിയ കപ്പൽ മുഹമ്മദിയ കപ്പൽ. അതിന് ഗ്രൗണ്ട് വരെ ഉണ്ട്. പന്ത് കളി ഗ്രൗണ്ടും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ വോളിബോൾ കളിച്ചാൽ, പിന്നെ നമ്മളെ ബാറ്റ് കളിച്ചാൽ അതിനുള്ള സൗകര്യവും കാര്യമുണ്ട്. ബാർബർ ഷാപ്പ് ഉണ്ട് 3 സ്ഥലത്ത്. അത് ബാർബർ ഷാപ്പ് ഉണ്ട് ഓരോ സ്ഥലത്തും ഓരോരോ ആൾക്കാർ. അവിടുന്ന് നമുക്ക് മുടി വെട്ടിക്കുക, താടി പഠിപ്പിക്കുക ഒക്കെ ചെയ്യാം. പിന്നെ കടലിൽ നമ്മളെ സോപ്പും കാര്യമൊക്കെ അത് കിട്ടും. സോപ്പ് കിട്ടും, സാവും കിട്ടും. അതൊക്കെ വേണ്ടിയാൽക്ക് അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കാലഘട്ടം 77 ഇന്നത്തെ 86 അത് എന്താ വേണ്ടതോ ഒക്കെ വാങ്ങുക. നമ്മളെ റൂമിൽ കൊണ്ടുപോയി വെക്കുക. ആ നേരം കൂടുമ്പോൾ നമുക്ക് തിരുമ്പാളുള്ളത് കൊണ്ടുപോയി അലക്കിയിട്ട് തിരുമ്പി പിരിക്കാനുള്ള സൗകര്യം വേറെ ഉണ്ട്, കയറ് വരെ ഉണ്ട്. അവിടെ പോയി കൊണ്ടുപോയി നമ്മളെ ഷർട്ടും ഇതൊക്കെ തിരുമ്പി പിരിക്കുക. അങ്ങനത്തെ സൗകര്യവും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് അന്നത്തെ കാലത്ത് പോകല്. അവിടെ എല്ലാവരും ഉണ്ടാതെ ഇരുന്ന് ആൾ മരിച്ചെന്നുള്ളത് കേട്ടപ്പോൾ എല്ലാവരും എല്ലാ റൂമിലും ഉണ്ടാതെ ഇരുന്ന് മൗനമായിട്ട് എല്ലാവരും ഫാത്തിഹ യാസീനൊക്കെ ഓതൽ തുടങ്ങി അവിടെ നിന്നു. പക്ഷെ അധികം നേരം വെക്കൂല. മരിച്ചാൽ പിന്നെ ഏറി വന്നാൽ 6 മണിക്കൂർ 7 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഞാൻ പറഞ്ഞ ഈ പണിയൊക്കെ കഴിഞ്ഞു.
കാരണം അധികം വെക്കാൻ പറ്റില്ല, കപ്പലല്ലേ, കപ്പൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പോണ കപ്പലിലാണ് മയ്യത്ത് വെക്കലും ചെല്ലലും മയ്യത്ത് കവുമ്പിട പൊതിയലും പിന്നെ ശീല അവിടുന്ന് വാങ്ങിയിട്ട് മുറിച്ചലും കാര്യവും അത് പൊതിച്ചലും ഒക്കെ ഈ കപ്പൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കപ്പൽ നിർത്തല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചെറിയൊരു ഇറക്കം ഇങ്ങനെ ഉണ്ടാവും പോകുമ്പോൾ ഒരാട്ടം. അപ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് കടലിലേക്ക് ഇറക്കൽ. ആ ഇറക്കണ നേരത്തെ എല്ലാവരും അടുത്തേക്ക് ചെല്ലും, എല്ലാവരും വിളിക്കും. അതിൽ ഉണ്ടോ ആരും ബൈക്കിൽ മറയാനായി തുടങ്ങി എന്നുള്ള ഇവരെ നമ്മളിവിടെ പറഞ്ഞ കാര്യം അവിടെയും പറയും. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് അടഞ്ഞു നിൽക്കുക കപ്പലിൻ്റെ പുറത്ത് പോവില്ല, പുറത്ത് നിൽക്കാനും പറ്റില്ല, അവിടെ നിന്ന് നമുക്കൊക്കെ കാണാം ഇരിക്കാം. അപ്പോൾ ഫുള്ള് കപ്പലിൽ മലയാളക്കാർ അന്ന് 77-ലും 78-ലും അല്ലേ കണ്ടമാനം ജനങ്ങൾ ഇവിടുന്ന് കയറിയില്ലേ. ആ കൂട്ടത്തിൽപ്പെട്ട 3 മലയാളക്കാരായിട്ടുണ്ട് അവിടെ മക്കത്ത് ഞാനൊക്കെ ചെല്ലുമ്പോൾ. വെറും 3 ആൾ. ഇവിടെ താനൂർ ആ ഭാഗത്തും തിരൂർ ഈ ഭാഗത്ത് ഇവിടെ ഉള്ള 3 ആളുണ്ട്. ഒരു ടൈലർമാരാണ് അവിടെ, ഒരു വിശാലടിയാണ്. നവാലാണ് ഞങ്ങളെ തിരിച്ചത്. നിങ്ങൾ 10-23 റൂമുണ്ട് ഇതിൻ്റെ മേലെ. അവിടെ ഒരു മലയാളക്കാരൻ്റെ അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. അതിൻ്റെ മേലാണ് കയറിയിട്ട് മൂപ്പരോട് വിവരം പറഞ്ഞാൽ മൂപ്പര് റൂം സെറ്റപ്പാക്കി തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടുതൽ വേറെ ആൾ കാര്യപ്പെട്ട ഒരാൾ കയറിയിട്ട് മൂപ്പര പിടിച്ചിട്ട് മൂപ്പര കെയർ ഓഫിലാണ് അവിടെ ഒരു ദിവസം രാത്രി പാർത്തത്. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം റൂം കിട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ 10-23 അവിടെ ആ റൂമിലാണ് ഞങ്ങൾക്ക് പാർക്കാനുള്ള സൗകര്യം മൂപ്പര് ഒരുക്കി തന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പര് തിരഞ്ഞ് നടത്തിയിട്ട് റൂമും കാര്യമൊക്കെ ഞങ്ങളാക്കി. അപ്പോൾ ഇതിന് പിന്നെ വലതിക്ക് ആളെ വിളിച്ചാൽ തുടങ്ങി. ഞങ്ങളൊക്കെ വലതിയിലെത്തി ഞങ്ങളെ പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങളെ പിന്നെ ചേർത്തൽ തുടങ്ങി. അപ്പോൾ 8 ആളങ്ങോട്ട് അതേ ഭാഗത്തേക്ക് അങ്ങോട്ട് ഓരോ സൈഡുണ്ട്. ആ സൈഡിലൊക്കെ വലതിൻ്റെ സൈഡിലൊക്കെ ആൾ വേണം. എന്തിന്? കടലാസ് എടുക്കാൻ. കാര്യമായിട്ട് കടലാസ് ഒരു ചൂലും തരും, ആളെയും വിടും. ഞാൻ പറഞ്ഞ ആ ഷർട്ടില്ലേ, ആ ഷർട്ടും ഉണ്ടാവും, പിന്നെ തൊപ്പി ഉണ്ടാവും. അത് ഒഴിച്ച് വെക്കാൻ പറ്റില്ല, അത് എപ്പോഴും തലയിൽ തന്നെ. അത് നമ്മൾ ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് നമ്മൾ റൂമിൽ ചെല്ലൂല സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ. ആ ചെല്ല നേരത്ത് ഒക്കെ ഊരിയിട്ട് നമ്മളൊരു അതിർത്തിക്കൽ വെക്കുക. പിറ്റേന്ന് രാവിലെ അവിടുന്ന് എടുക്കുക, ഇടുക, പണിക്ക് പോവുക. കപ്പലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളക്കുണ്ടാവും, വേറെ ഒന്നുമില്ല. കപ്പൽ മറിയും ചാടും, കുണ്ടിൽ കല്ലിൻ്റെ മേലെല്ലാം പോകുന്നുണ്ട്, വളർത്തു കൂടിയല്ലേ. അപ്പോൾ ഇങ്ങനെ പോവും, ഇങ്ങനെ ഒരു ആട്ടം ഉണ്ടാവും. നമ്മൾ കപ്പലൊന്നും ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ട് വിടും. ഇപ്പം ഈ കപ്പലൊക്കെ അങ്ങനെയാണ്. ഒന്നിങ്ങനെ നമ്മൾ തോണി കയറിയിട്ടുണ്ടെങ്കിൽ തോണിക്കല്ല ചിലപ്പോൾ ടൈമിൽ ഇങ്ങനെ പോകും, ഇങ്ങനെ ഒരു ആട്ടം. ഈ ആട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഒരു ആട്ടം ഉണ്ടാവും. അപ്പോൾ ആ ആട്ടം നമ്മൾ അതൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ ആ ആട്ടം നമുക്ക് അവിടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി. പിന്നെ ആ ബാലൻസ് കിട്ടി. ബാലൻസ് കിട്ടുമ്പോൾ ഇവിടെ നേരെ പോകും. കപ്പലിലുണ്ടാവും. അത് എപ്പോഴെങ്കിലും വന്ന് നമ്മളെ എടുത്ത് വന്ന് നോക്കും. കപ്പലിൽ ആരെങ്കിലും 1-2 ആളുണ്ടാവും. അവർ വന്ന് നോക്കിയിട്ട് ഇതൊക്കെ പോരായ്മ നോക്കിയിട്ട് നമ്മളോട് പറയും. ആ ചോറിൻ്റെ നേരമായിട്ട് ഭക്ഷണത്തിൻ്റെ നേരമായി തരും. खाने टाइम हो गया, अभी बाकी नहीं है, सब रेडी करके निकालो, प्लेट निकालो, वो निकालो, और एक आदमी तुम्हारा जगह किधर है उधर आके बैठो करके ऐसा बनेगा. നിങ്ങളെ സ്ഥലം എവിടെയാണ് അവിടെ ശരിക്കും പോയി ഇരുന്നോളി, പാത്രമൊക്കെ ലെവലാക്കി കൊടുത്ത് വെച്ചോളി എന്ന് പറയും. ഇന്ത്യ ഹിന്ദി ഫുള്ള് അറിയില്ല എനിക്ക്, ഞാൻ പറയില്ല. ഞാൻ ഇപ്പം കുറേ കാലമായില്ലേ, കൊല്ലത്രയായി, 77, 80, 90, 55 കൊല്ലത്തെ മുമ്പുള്ള വർത്തമാനപ്പം ഞാൻ പറയുന്നത്. 46 കൊല്ലത്തെ, 55 ഇല്ല, 47 കൊല്ലത്തെ മുമ്പുള്ള വർത്തമാനപ്പം ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും ഹിന്ദി നല്ലത് സംസാരിക്കും, ഹിന്ദി നല്ലോണം പറയും. ഞാൻ ഹിന്ദി നല്ലോണം അവിടുന്നൊക്കെ നന്നാക്കി ബോംബെയിൽ ഇതിൽ ആളല്ലേ, ഞാൻ ബോംബെയിൽ നിന്ന് പഠിച്ചു പോയതല്ലേ. അങ്ങനെ അന്ന് ബോംബെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ബോംബെ ചെന്നതിന് ശേഷം നമ്മൾ പേരും കാര്യമൊക്കെ കൊടുത്തിട്ട് ബോംബെയിൽ നിന്ന് പാസ്പോർട്ട് ഇങ്ങോട്ട് കൊടുത്തിരുന്നത്. ഹുജാജിൽ നമ്മൾ അവിടെ ഇരിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് ഇടയ്ക്ക് ദിവസം ഹുജാജിക്ക് പോവുക നമ്മളെ റൂമിൽ നിന്ന് ബോംബെയിൽ നിന്ന്. അപ്പോൾ അവർ പറയും ഇത്ര ദിവസവും പാസ്പോർട്ട് നിങ്ങൾക്ക് ഇതിൽ വരും, നമ്പറിൽ വരും, ഈ പാസ്പോർട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചുവപ്പ് ചട്ടമുള്ള പാസ്പോർട്ട് നമ്മൾ കാണിച്ചു തരും വലരത്തിലുള്ള ഇതാണ് നിങ്ങളെ പാസ്പോർട്ട് ഇങ്ങനെ വരിക. അപ്പോൾ നിങ്ങൾ നാളെ कल नहीं तो परसों इधर आके मंगाओ, इधर रहेगा और देने वाला हम लोग है, हम लोग इधर से देगा करके बोलो तो मैं जाके
ऐसा बैठे तो वो लेके तुम्हारा हमारा अमनू का नाम है ना, नाम बुला के पासपोर्ट हमारा हाथ में देगा. പാസ്പോർട്ട് കിട്ടിയില്ലേ? അങ്ങനെ ആ പാസ്പോർട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകാൻ പറയും. റൂമിലേക്ക് പോയി നാളെ രാവിലെ 8:30 നൗക്ക 8-9 മണിക്ക് ഇവിടെ എത്തിക്കോളി, പാസ്പോർട്ട് കയ്യിൽ വെച്ചോളി എന്ന് പറയും. നമ്മളൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഒരു റൂമിലേക്ക് പോകാൻ പറയും. പിന്നെ എപ്പോഴാണ് ശരിയാണ്, അന്ന് ഫോണില്ലല്ലോ, ഫോണൊന്നുമില്ല. അന്ന് ആൾ വരും, ഇത്ര മണിക്ക് ഫോണ് നമുക്ക് ഫോൺ എന്നുള്ള വിവരം കിട്ടും. അതിന് നമ്മൾ ഒരുങ്ങി നിൽക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരുങ്ങി നിന്നാൽ കപ്പലുണ്ടാവും, സീപോർട്ടിലുണ്ടാവും വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ നേരത്തിന് നമ്മളെ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളെ പാസ്പോർട്ട് ഇങ്ങനെ ഓരോ ചെക്ക് ചെയ്ത് ഇങ്ങനെ അത് കയറ്റും കപ്പലിൽ. 2 കള്ളന്മാരുണ്ട് ഇത് കപ്പലിൽ. 2 ആൾ ബോംബെയിൽ ഇറങ്ങി, 2 ആൾ മുങ്ങി, 2 ആളെ പുറത്തം കിട്ടിയില്ല. 2 ആൾ ബോംബെയിൽ ഏലയ അവിടെയുള്ള ആൾക്കാരെ വെട്ടിച്ച് പോയി. ഓല നടയിൽ കൂടി അപ്പുറത്തും കൂടി ഇപ്പുറത്തും കൂടി ഒക്കെ ഇങ്ങനെ പോയിട്ട് ഓല അവിടെ പണിയെടുത്തിയത്. പാസ്പോർട്ടും ഇല്ല, വിസയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് വിസ ഉണ്ടാവും. ഞങ്ങൾ പോയി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ഇത്ര ദിവസത്തെ അലൗട്ട് ഉണ്ട്, ഹജ് വിസ ഉണ്ട്. ഹജ് വിസൻ്റെ സമയം വരെ ഞങ്ങൾക്ക് ബോംബെയിൽ എവിടെയും നടക്കാം. ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ നടക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കള്ളനായി. പിന്നെ അപ്പോൾ ഞങ്ങളെടുത്ത് പിന്നെ നമ്മളെ പണിക്ക് പോകണ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഒരു കടലാസിൽ എഴുതിയിട്ടുള്ള പേരൊക്കെ എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് നമ്മളെ കുപ്പായത്തിൻ്റെ പോക്കറ്റിലും ഉണ്ടാവും. അത് ആര് വന്ന് ചോദിച്ചാലും പോലീസുകാർ വന്നാലും അതെടുത്ത് കാണിച്ചു കൊടുത്താൽ കുറേ നേരം നോക്കി അങ്ങനെ ആക്കിയിട്ട് വെക്കാറ് ചിലവെന്ന് പറയും. അങ്ങനെ അന്ന് അവിടെ 2007 ഉറുപ്പ്യാണ് പ്ലെയിനിൻ്റെ റിട്ടേൺ ടിക്കറ്റ് വില. 2007. തിരിച്ച് എത്രയോ കാലം കഴിഞ്ഞ് 3-3.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പ്ലെയിനിന് പോന്നു. യമാൻ്റെ ഫ്ലൈറ്റ് അന്ന് പൈസ കുറവാണ്. കപ്പലിൽ പോകാൻ 2007 ഉറുപ്പ്യ. അന്ന് 2007 ഉറുപ്പ്യ. അന്ന് ഉറുപ്പ്യ എത്ര അറിയങ്ങൾ എത്തപ്പോൾ മനസ്സിലാക്കുന്നത്? അന്ന് ഭയങ്കരല്ലേ. അന്ന് പൈസക്ക് നിലയും വിലയില്ലല്ലോ. അന്ന് പൈസക്ക് ഭയങ്കര നിലയും വിലയാണല്ലോ. അപ്പോൾ അത് അന്ന് 2000 ഉറുപ്പ്യ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് 20,000 ഉറുപ്പ്യൻ്റെ കടല്ല, 20 ഇടിയൊക്കെ മേലാവും. അവിടെ വേണ്ട. അത് എപ്പോഴാണ് ഹജ്ജിന് പോകണ ദിവസം ആയി കഴിഞ്ഞാൽ ദുൽഹജ്ജ് 8-ന് നമ്മളത് പോവുക. ഹജ്ജിന് പോകണ കാര്യം നമ്മൾ വണ്ടിക്ക് വിളിച്ചിട്ട് കയറിയിട്ട് പോവുക. നമ്മളെ പാസ്പോർട്ടും വെക്കുക. എന്നിട്ട് ഹജ്ജിന് പോകുമ്പോൾ ചെക്കിങ് ഉണ്ടല്ലോ, ആ ചെക്കിങ്ങിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ വണ്ടി അങ്ങനെ ലൈറ്റായിട്ട് നിർത്തിയിട്ടുണ്ടാവും. ലബ്ബൈക്ക് എല്ലുകാണ്ട് നിർത്തിയിട്ടില്ല. ലബ്ബൈക്ക ഉറക്കലെ ചെല്ലുക, എല്ലാവരും ചെല്ലുക. ദുൽഹജ്ജ് 7-ന് പോയാൽ പോലീസുകാർക്കൊന്നും ഉറക്ക് വന്നിട്ടുണ്ടാവില്ല, ക്ഷീണം പിടിച്ചിട്ടുണ്ടാവില്ല. 8-ന് പോയാൽ ക്ഷീണമായി, കണ്ടുകൂടാ, വർത്തമാനം പറയാൻ പറ്റില്ല. ആൾക്കാരെ തിരക്കിയിട്ടൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഉറക്കലെ ചെല്ലുക. അപ്പോൾ നമ്മളൊരു പിടുത്തം കിട്ടൂല. എത്ര ലാസ്റ്റ് പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് നോക്കി ഇങ്ങനെയൊക്കെ ആക്കി നോക്കിയിട്ട് കിടയിൽ തരും. മറ്റേ വണ്ടി വന്നിരിക്കല്ലേ, എന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവും കയ്യോട് പൊയ്ക്കോളിന്ന്. നമ്മൾ ആ പോക്കാണ് പോകും. അതല്ലേ ചെക്ക് പോസ്റ്റ് വിട്ട്, അത്രയേ ഉള്ളൂ അന്നത്തെ കാലം. ഇന്നത്തെ നിയമമൊന്നുമില്ല. അന്ന് വേഗം വിടും. അപ്പോൾ നമ്മളെ പാസ്പോർട്ടൊക്കെ ആ കെട്ടിലുണ്ടാവും. കെട്ട് കഴിച്ചുകൂടി നോക്കൂല. എത്ര പാസ്പോർട്ടാണെന്നൊന്നും ഇങ്ങനെ ഉള്ളൂ. പോലീസുകാർ കണ്ണുമൂറൊക്കെ നട്ടുക്കും, ബേജാറായിക്കും. കാരണം 7-ന് പോകാൻ പറ്റില്ല, 8-ന്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഹജ്ജിന് പോകാൻ. കൊല്ലത്തിൽ ഞങ്ങൾ ഹജ്ജിന് പോകും. ഞങ്ങൾക്ക് പോണ ആ വഴിയും റൂട്ടും കാര്യവും ഇതൊക്കെ ഞങ്ങൾ ആദ്യം പോയാലല്ലേ. ഞങ്ങൾക്ക് ഇന്നോടത്ത് എത്തിയാൽ അവിടെ നിൽക്കുക, അവിടുന്ന് പുറത്തു കൂടി പോവാം, അവിടെ പോവാം. പിന്നെ ഇന്ത്യൽ കുബിരി പാലത്തിൻ്റെ ചോട്ടിലാണ് ഞങ്ങളൊക്കെ കരുതിയിരുന്നത്. ഞങ്ങളൊരു പോപ്പ് ഉണ്ടല്ലോ, ഒരു പോപ്പ് നമ്മളെടുത്തുണ്ടാവും. അത് മടക്കിയാണ് നമ്മളെ തൊക്കിലൊക്കെ വെക്കും. അതേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ആ പോപ്പ ഇവിടെ നിർത്തിക്കാണ്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയും ഇരിക്കും. പോരുമ്പോൾ കയ്യിൽ വെച്ചിട്ട് കൊണ്ടുവരും ചെയ്യും. അങ്ങനെയൊക്കെ എല്ലാ കൊല്ലവും ഹജ്ജിന് പോകും. ഹജ്ജ് അത് നമ്മൾ ചെയ്ത ഹജ്ജ് ഇപ്പം നമ്മൾ പറയാൻ പാടില്ല. ഏതായാലും ആട്ടെ. പിന്നെ ഞാനും പെണ്ണുങ്ങളോട് ഇവിടുന്ന് പോയിരുന്നു. ഒമ്പത് ചെയ്തിരിക്കുന്നത് 2-3 ഒമ്പത് ചെയ്തിരിക്കുന്നത്. ഹജ്ജ് ഒരു 4-5 ഹജ്ജ് ചെയ്തിരിക്കണം. ഹജ്ജിൻ്റെ പാപ്പാക്ക് വരെ ഹജ്ജ് ചെയ്തിരിക്കണം. ഉമ്മാൻ്റെ പാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പം ഇതുവരെ ഞാൻ ഹജ്ജ് ചെയ്തിരിക്കണം. നെയ്യത്ത് വെച്ചിരിക്കുമ്പോൾ ഓരോ പേരിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ഹജ്ജിന് പോകണം. അങ്ങനെ ഹജ്ജ് ചെയ്തിരിക്കണം. അങ്ങനെ കുറേ കാലമുള്ള ജീവിതം അവിടെ അല്ലേ. അന്ന് മക്കാരൻ്റെ അല്ലേ,
അവിടുത്തെ ഭാഷയും അറിയും, ഹിന്ദി അറിയും, പോരാത്ത അപ്പോൾ തന്നെ അറബി കുറേയൊക്കെ പഠിച്ച് അങ്ങനെ ആയി അവിടെ എത്തുമ്പോൾ പോവും. അങ്ങനെ പോവും. ഹജ്ജിന് പോകുമ്പോഴുള്ള ആപ്പിളും മുന്തിരിയും പറ്റും കുറച്ചൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ കയ്യിൽ വെക്കും. എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞങ്ങൾ 3-4 ആൾ അങ്ങനെ കഴിച്ചു. അങ്ങനെ ആയിട്ട് അറഫയിലെത്തും. അറഫയിൽ പിന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും പിടിച്ചിട്ട് തൊട്ട് നമ്മൾ ഇരിക്കും. പിന്നെ ളുഹർ നിസ്കാരം, അറഫയിലെ നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിനൊരു പേരുണ്ട്, ഞാൻ മറന്നത്. അവിടുന്ന് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരം ദിനക്കാട്ടി വൈകിയ നേരത്ത് സൂര്യനെല്ലാം കടലിൽ മറിയാതെ നേരത്ത് വരുമ്പോൾ പിന്നെ അറഫാത്ത് നിന്ന് എല്ലാവരും പോവും. അവിടുന്ന് പോകണം. പിന്നെ അവിടെ നിർത്തൂല. അപ്പോൾ എല്ലാവരും ഞങ്ങളാ കൊടുത്തും പോരും. മുസ്തലിഫിൽ വരും. അവിടുന്ന് കല്ല് പൊറുക്കും. ഒരു 71 കല്ല് വേണം, ഒരു 75 കല്ല് പൊറുക്കും. ഒന്ന് വീട് പോയാൽ പിന്നെ കല്ല് വേണ്ടേ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് എല്ലാവരും ഓരോരുത്തർ വെക്കും. ആ കല്ല് കഴിഞ്ഞ് അവിടെ പിന്നെ മുസ്തലിഫിൽ അവിടെ ഒന്ന് കെടുക്കും. നമ്മളെ ബെഡ് സീറ്റില്ലേ, ബെഡ് സീറ്റ് ഇട്ടുകൊണ്ട് ആ കല്ലുമ്മേൽ പാറപ്പുറത്തൊന്ന് കെടുക്കും. അപ്പോൾ അതൊരു ശീലിതല അയക്കും, നല്ലൊരു ഉറക്കം കിട്ടും. അത് കഴിഞ്ഞ് ഉറങ്ങി ഇങ്ങോട്ട് എണീച്ച് പോകുന്നതിന് പിന്നെ മക്കത്തേക്ക് പോകാനായി തുടങ്ങി. 4-4:30 മണി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിടും, മുസ്തലിഫ വിടും. അങ്ങനെ അപ്പോൾ തക്ബീറല്ലോ, ബാങ്ക് കൊടുത്താൽ പിന്നെ തക്ബീർ, അതുവരെ ലബ്ബൈക്ക്, അത് ചൊല്ലി അങ്ങനെ മീനായിലേക്ക് പോകും. പിന്നെ അങ്ങനെയാണ് അതിൻ്റെയുള്ള മസാലകൾ അങ്ങനെയാണ്. അങ്ങനെ ഹജ്ജിന് പോവും, ഹജ്ജ് ചെയ്യും. അതിലൊക്കെ പെട്ട ആളാകാരെന്ന് പറയാം. അത് 77. ബോംബെയിൽ നിന്ന് ഹജ്ജിന് പോകാനെങ്ങനെ അറിയോ? ബോംബെയിൽ നിന്ന് ബസ്സിന് പോവുക. ഫിൽഗ്രീമിൻ്റെ പിന്നെ ബസ്സുണ്ട് ഹാജിമാരെ. ആ ബസ്സിന് പോയിട്ട് മുസ്തലിഫിൽ ഇറങ്ങുക. ആ ബസ്സിൽ തിരിച്ചു വരും. പിന്നെ അവിടെ നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് നടന്നു പോരുക. പിന്നെ മുസ്തലിഫിക്ക്, പിന്നെ മീനായിൽ നിന്ന് മുസ്തലിഫിക്ക് നടക്കുക. 12 കിലോമീറ്റർ, 8 കിലോമീറ്റർ ഏറ്റുണ്ട്. അത് 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉണ്ട്. അത് നടന്നിട്ട് മുസ്തലിഫിൽ നിന്ന് കല്ലൊക്കെ പൊറുക്കിയിട്ട് പിന്നെ മീനായിലേക്ക് നടക്കുക. അങ്ങനെ മീനായിലേക്ക് നടന്നെത്തും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ എല്ലാവരും നടക്കും. വിവരമില്ലാത്തവർ പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടുന്ന് കയറ് ഹജ്ജ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയ അന്ന് വന്ന് ഇറങ്ങിയ പാടേൻ്റെ കല്ല് എറിയണം. ആ ഏറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ 21 കല്ല് എറിയണം. ആ ഏറ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് വരുന്നത്. തമ്പ് കെട്ടിയിട്ടില്ലോ എവിടെ മീനായിൽ, അതുപോലെ തമ്പിക്ക് പോരണം എന്നുണ്ടെങ്കിൽ ആ ഏറ് കഴിഞ്ഞിട്ട് വേണം. പിന്നെ താമസവും കാര്യം ഭക്ഷണമൊക്കെ മീനായിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ദിവസം എറിയണം. 3ാമത്തെ ദിവസം ആ ഏറും കഴിച്ചാൽ പിന്നെ അവിടെ വെക്കാൻ പാടില്ല. നമ്മൾ വേഗം പോരണം നമ്മളെ റൂമിലേക്ക്, മക്കത്തേക്ക്. അങ്ങനെ മക്കത്ത് വരിക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി. അത് അങ്ങനെ ആയാലും പിന്നെ ഹജ്ജിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഉമ്രയ്ക്ക് പോകണമെങ്കിൽ ഇന്നൊക്കെ ഉമ്രയ്ക്ക് ഭയങ്കര പൈസ. ഇന്ന് ഉമ്ര എന്ന് പറഞ്ഞാൽ അന്നത്തെ 2007 റുപ്യൻ്റെ ആ സ്ഥാനത്ത് 20,000 റുപ്യ വേണ്ടി വരും. ചിലപ്പോൾ അന്വേഷിച്ച് നോക്കി പറ്റുന്നുണ്ടെങ്കിൽ ബൈക്കോളി ഇങ്ങനെ ബൈക്കോളി വരാറില്ല. എങ്ങനെയും അവിടെ എത്തല്ല വേണ്ടി നമുക്ക് പൈസ കുറയും. പിന്നെ പ്ലേറ്റിന് പോകാന്നുണ്ടെങ്കിൽ കടമ്പാരം പൈസ വരും. 32, 35, 37 റുപ്യ 40 റുപ്യയുടെ അടുത്ത് വേണം. അത് ആ 77 ഞാൻ തൊപ്പി തലയിൽ വെച്ചതിന് ശേഷം പിന്നെ എടുക്കലില്ല. ഞാനെൻ്റെ പരിപാടി കഴിഞ്ഞ് നിസ്കാരത്തിനും പള്ളികൾക്ക് പോകാൻ ഇപ്പോഴല്ലേ വയ്യാതായിട്ടാണ് ഞാൻ പോകത്ത്. ഇവിടെ അടുത്ത് പള്ളിൻ്റെ ഇപ്പോഴും പോയി നോക്കും. അതിൽ നടക്കണം. കാലും കാലും ഇതിലൊക്കെ മുട്ടിലൊക്കെ വേദന ആയിട്ടാണ് അത്. അന്ന് മുതൽ 77 ഞാൻ തൊപ്പി വെച്ച് നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. നല്ല മഠത്തിൽ നടത്തിയിരുന്ന മനുഷ്യനാണ്. പെരിയിൽ പണിയില്ലെങ്കിലും ശരി, അല്ല പെരിയിലല്ല, എവിടെയെങ്കിലും പള്ളിക്ക് എവിടെ കയറിയിട്ടില്ലെങ്കിലും ഞാൻ ആ നേരത്തിൽ വക്തിന് പള്ളിക്ക് കയറി നിസ്കരിക്കും. വഴിയൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് പോരുള്ളൂ. ഞാനില്ലെങ്കിൽ ഞാൻ നിൽക്കും, വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യും. അന്ന് ഈ കൂറ്റൊന്നുമല്ല, നല്ല കൂറ്റ. അപ്പം എന്ത് വയസ്സിലായില്ലേ? 76 വയസ്സായിപ്പോൾ. 76 കഴിഞ്ഞ് ഇപ്പോൾ. ഹജ്ജ് കമ്മിറ്റിൻ്റെ അതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ പോയി വന്ന് ആ ഇതിനുള്ള സ്ഥലവും സൗകര്യവും ഏറ്റവും വർഷവും അവിടുത്തെ പണിയും അങ്ങനെല്ലാം കൂടിയുള്ള ആ വിവരങ്ങളെ എനിക്കറിയുള്ളൂ. പണി പാട്ടും. എൻ്റെ പേര് തൊപ്പിയാജി
അത് ചിലവർ വിളിച്ചിട്ടാണ് സൈദലവി ഹാജി. അസ്സലാമലൈക്കും. എൻ്റെ പേര് സൈദലവി. എൻ്റെ വയസ്സ് 28. ഞാൻ 1977 കപ്പലിൽ ഹജ്ജിന് പോയിരുന്നു എന്ന് പറഞ്ഞു. നോക്കിയാണ് എന്നിട്ട് അസ്സലാമലൈക്കും. ഞാൻ 77 പിന്നെ ഹജ്ജ് വിസക്ക് പോയിരുന്നു കപ്പലിൽ. അങ്ങനെ അവിടെ എത്തിപ്പെട്ടൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുറേ കാലം അവിടെ നിന്ന് അങ്ങനെ വന്ന ആളാണ്. അങ്ങനെ കുറേ കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം വന്നതിൻ്റെ ശേഷം പിന്നെ വിസക്കൊക്കെ ഉംറ വിസക്ക് പോയി. കപ്പലല്ല ഫ്ലൈറ്റിലും കാര്യമൊക്കെ പോയി. പിന്നെയും കുറേ കാലം നിന്ന് അങ്ങനെ കുറേ കാലം ഞാൻ അവിടെ ജീവിച്ച ആളാണ്. എൻ്റെ പേര് സൈദലവി. വയസ്സ് 78.